കേരളത്തിലെ കോൺഗ്രസുകാരിൽ ഒരു വിഭാഗത്തിന് ഇപ്പോൾ പതിയെ പതിയെ കാര്യങ്ങളുടെ കിടപ്പൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. ഭക്തരും ബി ജെ പിയും ഒക്കെ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇതാ കോൺഗ്രസുകാരും ഇടത് കൊള്ളപ്പടയ്ക്കെതിരെ ബി ജെ പിയുടെ അതേ വഴിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അതല്ലാതെ മറ്റു മാർഗവുമില്ല. ജനം തിരിച്ചു ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയും? ബി ജെ പി നീങ്ങുന്ന സത്യത്തിൻ്റെ വഴിയാണ് ശരിയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെങ്കിലും തിരിച്ചറിഞ്ഞു തുടങ്ങിയല്ലോ എന്നൊരു ആശ്വാസമുണ്ട്. മറ്റു കോൺഗ്രസുകാരും ബി ജെ പിയുടെ വഴിയേ വരും. വെറുമൊരു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമല്ല രമേശ് ചെന്നിത്തല, കേരളം ഭരിച്ചിരുന്ന മുൻ ആഭ്യന്തര മന്ത്രിയാണ്. അപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾക്കും പുറത്തുവിടുന്ന തെളിവുകൾക്കും വിശ്വാസ്യത ഏറും. അതാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരിക്കൽ പറഞ്ഞത്, മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുമെന്ന്. പുരാവസ്തുക്കളുടെ രാജ്യാന്തര കരിഞ്ചന്തയിൽ കാണാതെ പോയ സ്വർണ്ണപ്പള്ളികളുടെ ഇടപാട് നടന്നത് 500 കോടിക്കെന്ന് തനിക്ക് അറിവ് കിട്ടിയതായാണ് രമേശ് ചെന്നിത്തല ഇപ്പോഴൊരു വെടിപൊട്ടിച്ചിരിക്കുന്നത്. മോഷണവുമായുള്ള ബന്ധം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല പ്രത്യേക സംഘത്തിന് കത്ത് നൽകി. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അന്താരാഷ്ട്ര മാഫിയയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്താൻ താൻ തയ്യാറാണെന്നും തൻ്റെ പക്കൽ എല്ലാ തെളിവുമുണ്ടെന്നും ചെന്നിത്തല കത്തിൽ പറയുന്നു. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണത്തിന് തയ്യാറാണെങ്കിൽ ഓപ്പറേഷനെക്കുറിച്ച് നേരിട്ട് അറിവുള്ള വ്യക്തിയെ അന്വേഷണവുമായി താൻ സഹകരിപ്പിക്കാമെന്ന അടുത്ത വെടികുടി പൊട്ടിച്ചിരിക്കുന്നു രമേശ് ചെന്നിത്തല. അതായത് ഈ ഓപ്പറേഷനുമായി വ്യക്തമായ ധാരണയുണ്ടായിരുന്ന വ്യക്തിയെ അന്വേഷണ സംഘവുമായി മുട്ടിച്ചു നൽകാമെന്ന് രമേശ് ചെന്നിത്തല കത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് അദ്ദേഹം പരസ്യമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് പ്രത്യേക അന്വേഷണ സംഘത്തുള്ള വെല്ലുവിളിയാണ്. നാളെ എങ്ങാനും ഹൈക്കോടതി എന്തുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉന്നയിച്ച ഈയൊരു വാഗ്ദാനത്തോട് പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിന് സമാധാനം പറയേണ്ടതും ഇതേ പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ്. സംസ്ഥാനത്തെ ചില വ്യാവസായികൾക്കും റാക്കറ്റുകൾക്കും കടത്തുമായി ബന്ധമുണ്ടെന്നും ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട്. പുരാവസ്തു കടത്തിലെ മുഖ്യ സംഘാടകർ ഇപ്പോഴും അന്വേഷണ പരിധിക്ക് പുറത്തു തന്നെയാണ്. അന്വേഷണം അവരിലേക്ക് നീളണം എന്നതുകൊണ്ടാണ് തൻ്റെ നീക്കമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാട്. പുരാവസ്തുക്കൾ കടത്തി അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ ശതകോടികൾക്ക് വിറ്റഴിക്കുന്ന കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമല സ്വർണ്ണമോഷണ കേസുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തക സമിതിക്കും കൂടിയ രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്ന ADGP H വെങ്കടേഷ് നൽകിയ കത്തിൽ പറയുന്നത്. ക്ഷേത്രങ്ങളിൽ നിന്നും പുരാവസ്തുക്കൾ മോഷ്ടിച്ചു കടത്തി രാജ്യാന്തര കരിഞ്ചന്തയിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് നിൽക്കുന്ന ഒരു സംഘവുമായി ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നതായി അറിവ് ലഭിച്ചിട്ടുണ്ടെന്നും ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ഈ വഴിക്ക് കൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന് കത്തിൽ പറയുന്നു. ഇപ്പോൾ മനസ്സിൽ വരുന്നത് പുരാവസ്തുക്കളെന്ന് പറഞ്ഞ് ജനത്തെയും സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ പറ്റിച്ചിരുന്ന മോൻസൺ മാവുങ്കലിനെ കുറിച്ചാണ്. കോടികളുടെ പുരാവസ്തുക്കളാണ് മോൻസൺ മാവുങ്കൽ പലയിടത്തുനിന്നായി ശേഖരിച്ച് അതിന് ശതവർഷങ്ങളുടെ പഴക്കമുണ്ടെന്നൊക്കെ പറഞ്ഞ് കരിഞ്ചന്തയിൽ വിറ്റിരുന്നത്. മോൻസൺ മാവുങ്കലുമായി സംസ്ഥാന പോലീസിലെ ഉന്നതർക്ക്, സംസ്ഥാന മുഖ്യമന്ത്രി അടക്കമുള്ള CPI നേതാക്കൾക്ക്, കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്ക്, പ്രത്യേകിച്ച് K സുധാകരൻ അടക്കം ഇവർക്കൊക്കെയുള്ള ബന്ധം ചിത്രങ്ങളാൽ തന്നെ തെളിവുകളായി പുറത്തു വന്നതാണ്. ഈയൊരു ഘട്ടത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്ന ഇത്തരമൊരു കടുത്ത ആരോപണങ്ങൾക്ക് വിശ്വാസ്യതയും ഏറും. തനിക്ക് വിവരം നൽകിയ വിശ്വസനീയമായ ഒരാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 500 കോടിക്കടുത്തുള്ള ഇടപാടിലാണ് സ്വർണ്ണപ്പള്ളിയുടെ കാര്യത്തിൽ കച്ചവടം നടന്നത്. ഈ വിവരങ്ങളുടെ വിശ്വാസ്യത സ്വതന്ത്രമായി പരിശോധിക്കുകയും അതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ടെന്ന് താൻ മനസ്സിലാക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നത്. ഈ വ്യക്തി വിവരങ്ങൾ പൊതുജന മധ്യത്തിൽ വെളിപ്പെടുത്താൻ താൻ തയ്യാറല്ല. കാരണം അന്വേഷണമായി തന്നെ മുന്നോട്ട് പോകണം. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘവുമായി സഹകരിക്കാൻ താൻ തയ്യാറാണ്. കോടതിയിൽ മൊഴി നൽകാനും തയ്യാറെന്ന് രമേശ് ചെന്നിത്തല വീണ്ടും പ്രത്യേക സംഘത്തെ വെല്ലുവിളിക്കുന്നു. ശബരിമല സ്വർണ്ണമോഷണം സാധാരണ മോഷണമല്ല, മറിച്ച് അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഒന്ന് തന്നെയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവർ കേസിലെ സഹപ്രതികൾ മാത്രമാണ്. മുഖ്യ സംഘാടകർ ഇനിയും അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നിട്ടില്ലെന്ന് കത്ത് വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നു. ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ആഭരണ വ്യാപാരി ഗോവർദ്ധൻ വെറുമൊരു ഇടനിലക്കാരൻ മാത്രം. ശക്തമായ രാജ്യാന്തര ബന്ധങ്ങളും സാമ്പത്തിക സ്രോതസ്സുമുള്ളവർ ഇതിന് പിന്നിലുണ്ട്. അമേരിക്കയിൽ നിന്നുകൊണ്ട് പൗരാണിക വസ്തുക്കളുടെ രാജ്യാന്തര കരിഞ്ചന്തയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന സുഭാഷ് കപൂർ സംഘത്തിന്റെ രീതികളുമായി ശബരിമല സ്വർണ്ണമോഷണ സംഘത്തിന്റെ രീതികൾക്ക് സാമ്യമുണ്ടെന്ന ഹൈക്കോടതി നിരീക്ഷണവും അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ്.
സംസ്ഥാനത്തിനകത്ത് തന്നെ ചില വ്യവസായികളും ചില സംഘടിത റാക്കറ്റുകളും ഇതിന്റെ ഭാഗമാണെന്ന വിവരവും തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല അടുത്ത വെടി പൊട്ടിച്ചിരിക്കുന്നു. പ്രത്യേക സംഘം വ്യാപകമായ അന്വേഷണം നടത്തിയിട്ടും ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സാധന സാമഗ്രികൾ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇതാണ് വിഷയത്തിലെ രാജ്യാന്തര ബന്ധങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത്. സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട വിശാലമായ ഗൂഢാലോചനയും അന്താരാഷ്ട്ര മാഫിയ ബന്ധങ്ങളും അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തനിക്ക് സാധ്യമാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം തലവൻ എച്ച് വെങ്കടേഷ് നൽകിയ കത്തിൽ രമേശ് ചെന്നിത്തല തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇനി ഊഴം പ്രത്യേക സംഘത്തിൻ്റെതാണ്. ഹൈക്കോടതി ചോദ്യം ഉന്നയിക്കുന്നതിന് മുമ്പ് രമേശ് ചെന്നിത്തലയുടെ മൊഴി രേഖപ്പെടുത്തുന്നതാകും പ്രത്യേക സംഘത്തിന് അഭികാമ്യം.